പെരിഞ്ഞനത്ത് യുവാവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കുമ്പളയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പെരിഞ്ഞനം സ്വദേശി അനീസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കയ്പമംഗലം കൂരിക്കുഴി ആശേരിക്കയറ്റം സ്വദേശി പണിക്ക വീട്ടിൽ ഡുഡു എന്ന ഇജാസ്, കരുവന്നൂർ സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിയാസ്, പൊറത്തിശ്ശേരി സ്വദേശി പുരയാറ്റുപറമ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്കുശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസിൽ കരുവന്നൂർ പൊറത്തിശ്ശേരി സ്വദേശികളായ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീർ, മുരിങ്ങത്ത് വീട്ടിൽ 29 വയസ്സുള്ള സുധിൻ എന്നിവരെ നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ 17 ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരിഞ്ഞനം സ്വദേശി അനീസിനെ പ്രതികൾ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയായിരുന്നു. സാമ്പത്തിക തർക്കത്തിന് പിന്നാലെ മാരകായുധങ്ങളുമായി എത്തിയ സംഘം അനീസിന്റെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. തടയാൻ ശ്രമിച്ച സുഹൃത്ത് കൃഷ്ണ തേജസിനെയും പ്രതികൾ മർദ്ദിച്ചു. സംഭവത്തിനു ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ഇവർ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് അറിഞ്ഞ് കാസർഗോഡേക്ക് കടന്നു. തുടർന്ന് കുമ്പളയിലെ ഒരു വീടിന്റെ ടെറസിന് മുകളിൽ ഒളിച്ചു കഴിയുകയായിരുന്ന പ്രതികളെ സാഹസികമായാണ് പോലീസ് സംഘം കീഴ്പ്പെടുത്തിയത്. അറസ്റ്റിലായ പ്രതികളിൽ ഇജാസ് മണ്ണുത്തിയിലെ വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയും കാപ്പ നിയമപ്രകാരം നടപടി നേരിടേണ്ടയാളുമാണ്. കൂടാതെ വിവിധ സ്റ്റേഷനുകളിലായി 18 ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്. പ്രതി നിയാസ് ഇരിങ്ങാലക്കുട ചേർപ്പ് പോലീസ് സ്റ്റേഷനുകളിലായി 7 ക്രിമിനൽ കേസുകളിലും കാപ്പ പ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയുമാണ്. മറ്റൊരു പ്രതി ഗോകുൽ കൃഷ്ണ ഇരിങ്ങാലക്കുട ചേർപ്പ് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ ഗ്രേഡ് SI CR പ്രദീപ്, ഗ്രേഡ് ASI ലിജു ഇയാനി, ഗ്രേഡ് സീനിയർ CPO CK ബിജു, CPO സുർജിത്ത് സാഗർ, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സീനിയർ CPOമാരായ സുനിൽ കുമാർ, ഡെൻസ്മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.